എല്ലാവർക്കും അതിമനോഹരമായിട്ടുള്ള ഒരു സായാഹ്നം ആശംസിക്കുന്നു. ഇന്ന് എൻ്റെ കൂടെ പാനലിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഷമീർ മൂത്തേടത്ത്. അദ്ദേഹം എഡ്യൂക്കേഷൻ അബ്രോഡ്, ക്യാമ്പസ് അബ്രോഡ് മേഖലയിലുള്ള ഒരു ബിസിനസ്സുകാരനാണ്. രണ്ടാമത്തത് അഭിജിത്ത് കർമ്മ. അദ്ദേഹം വെൽനസ്, ആരോഗ്യ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണറാണ്. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ അതിഥികളായിട്ട് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് ബിയോണ്ട് ബോർഡേഴ്സ്, അതിർത്തികൾക്കപ്പുറത്തേക്കുള്ള ഒരു ബിസിനസ്. ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ അതിർത്തി എവിടെയാണെന്നുള്ളതാണ്. ഒരു കാലത്ത് നമ്മുടെ ആളുകൾക്ക് മലപ്പുറം ജില്ലയുടെ അതിർത്തി പുലാമന്തോൾ പാലമായിരുന്നു അതിർത്തിയെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റാണ് നമ്മുടെ അതിർത്തിയെങ്കിൽ, പിന്നീട് പോയപ്പോൾ വാഗ ബോർഡറാണ് നമ്മുടെ അതിർത്തിയെങ്കിൽ, ഇപ്പോൾ അതിരുകളില്ലാത്ത ലോകത്ത് ജീവിക്കുന്ന ജെൻസി അല്ലെങ്കിൽ പുതിയ ജനറേഷൻ ആളുകൾക്ക് ലോകം മുഴുവൻ ഒരു വിരൽത്തുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് മറ്റു രാജ്യങ്ങളിലുള്ള ഒരു കസ്റ്റമറോട് സംസാരിക്കാനും അവിടെ ബിസിനസ് ചെയ്യാനുമുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അതിലേക്ക് അവരുടെ മുമ്പേ നടന്നു പോയ കുറച്ച് ആളുകളാണ് ഈ പാനലിലുള്ളത്. പല ബിസിനസ് ഇവിടെയും പുറത്തുമായി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവരുടെ അറിവും അനുഭവങ്ങളും എപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും വഴികാട്ടുന്ന കുറേ കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള സമീർ മൂത്തത്തിനോട് എൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിന് ശേഷം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ഈ അതിർത്തികൾ മറികടന്ന് ബിസിനസ് ചെയ്യാൻ ഒരുങ്ങിയ സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്ത, പലപ്പോഴും നമ്മളോട് കഥകളൊക്കെ പറയും ആളുകൾ, ഈ ബിസിനസ് ചെയ്യുമ്പോൾ അങ്ങനെയാവും, മറ്റത് ചെയ്യുമ്പോൾ ഇങ്ങനെയാവും എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ബിസിനസ് ഇറങ്ങുമ്പോൾ ഇതൊന്നും അല്ലാത്തൊരു പ്രതിസന്ധിയായിരിക്കും നിങ്ങൾ അഭിമുഖീകരിക്കുക. അങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾ അഭിമുഖീകരിച്ചൊരു പ്രതിസന്ധിയും അതിനെ നിങ്ങൾ എങ്ങനെ മറികടന്നു എന്നുള്ളത് നമുക്ക് ആളുകൾക്ക് വേണ്ടി പറയാൻ പറ്റും? തീർച്ചയായും. താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ മിസ്റ്റർ ഗിരീഷ്. നമ്മളൊരു ഇൻഡസ്ട്രിയിൽ, പർട്ടിക്കുലർലി ഫോറിൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അബ്രോഡ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ രാദർ ദാൻ ഹഡിൽസ്, നമ്മളിപ്പോൾ പേപ്പർ വർക്ക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് അപ്പ് എൻ ഓഫീസ്, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഇൻ അബ്രോഡ്, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ പോളിസീസ് അബ്രോഡ്, ഇതെന്തോ ആയിക്കോട്ടെ, അതിലും ഉപരിയായിട്ട് നമ്മളെ ഫസ്റ്റ് കൺസേൺസ് ഉണ്ടായിരുന്ന ട്രസ്റ്റായിരുന്നു. സോ ടു ഗെയിൻ ട്രസ്റ്റ് അമോങ് ദ clients and the students, that's the most important thing for us as a consultant, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റ് എന്ന നിലയിൽ it was the core, first and foremost thing, building trust among the students, among the parents. So our trust, it's not a small process to build a trust among the students. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ, ഒരു രാജ്യത്തോട് പോകുമ്പോൾ ഉള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഹൗ മച്ച് ട്രസ്റ്റ് ഹാവ് യു ബിൽഡ് ഇൻ യുവർ ഹോം കൺട്രി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ബോർഡേഴ്സ് പുലാമന്താളാണോ വാളയാറാണോ എന്ന് പറഞ്ഞു. സോ ഈ ബോർഡേഴ്സ് പോകുമ്പോൾ കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവും, എമിഗ്രേഷൻ പോളിസി ഡിഫറൻസസ്, വിസ റൂൾസ് ഇഷ്യൂസ് ഉണ്ടാവും. സോ ഇതെല്ലാം ഉപരിയായിട്ട് ഹൗ ഹാവ് യു ബിൽഡ് യുവർ ട്രസ്റ്റ് അമംഗ് യുവർ ഹോം കൺട്രി, അല്ലെങ്കിൽ അമംഗ് യുവർ ഹോം പീപ്പിൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി കൈൻഡ് ഓഫ് എ തിങ് ടു എസ്റ്റാബ്ലിഷ് ദെയർ. ഞങ്ങളിവിടെ നിലനിൽക്കുന്നൊരു കമ്പനിയാണ്, 18 years ആയിട്ട് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. അതുവഴി വി ക്യാൻ ഡെഫിനറ്റ്ലി പിച്ച് ഇൻ ടു വിച്ച് എവർ ലൊക്കേഷൻ വി വോണ്ട് ടു ബി. സോ ഇപ്പോൾ എഡ്യൂട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ റിട്ടൻഷൻസ് എന്ന് പറയാൻ പറ്റില്ല, അവർ റെഫറൻസസ്, നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിൽ ഓൾമോസ്റ്റ് 54% സ്റ്റുഡൻസും നമുക്ക് കിട്ടുന്നത് ഫ്രം എ ഫോമർ സ്റ്റുഡൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ദ വേ വി ഹാവ് ബിൽഡിംഗ് ട്രസ്റ്റ് അപ്പോൺ. സോ അതായിരുന്നു ഇമ്പോർട്ടൻറ്റ് തിങ്. അതായിരുന്നു ഇനീഷ്യലി ഹാഫ് എ ഡെക്കേഡ്, മേ ബി അപ് ടു എ ഡെക്കേഡ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് ആൻഡ് ട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും വി മേക്ക് എഷ്യൂർ ദാറ്റ് ട്രസ്റ്റ് ഈസ് ബീൻ പ്രൊട്ടക്റ്റഡ് ആൻഡ് സ്റ്റുഡൻസ് ആർ സെർവ്ഡ് ഇൻ എ ബെറ്റർ വേ. ഡോക്ടർ അഭിജിത്ത്, വെൽനസിൻ്റെ അതിർത്തി എവിടെയാണ്? ഏത് അതിർത്തിയാണ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്? അത് മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള അതിർത്തിയാണോ, അത് ജോഗ്രഫിക്കൽ ബോർഡേഴ്സ് ആണോ? എവിടെയാണ് വെൽനസിൻ്റെ ആ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിർത്തികളെ മറികടന്ന് പോകേണ്ടത്? എല്ലാവർക്കും നമസ്കാരം.
ഇപ്പോൾ പറഞ്ഞതുപോലെ വെൽനസ്സിൻ്റെ അതിർത്തി എന്നുള്ളത് ജിയോഗ്രഫിക്കലി ഉള്ള അതിർത്തികളെ നമ്മൾ കുറച്ച് നാളുകളായി അതിനെ അതിജീവിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനിയും നമ്മളുടെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി ആരോഗ്യരംഗത്ത് ഒരു അതിർത്തിയായിട്ട് അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ പർട്ടിക്കുലർലി ഇപ്പോൾ ആയുർവേദം എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് എടുക്കുമ്പോൾ ഇന്ത്യ പോലെ ആയുർവേദ ഹോസ്പിറ്റൽ, ആയുർവേദ ക്ലിനിക് എന്നുള്ള നിലയിൽ നമുക്ക് അതേ രീതിയിൽ ഒരു തെറാപ്പറ്റിക്കൽ പർപ്പസിൽ നമുക്ക് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതാണ്ട് 15-ൽ താഴെ രാജ്യങ്ങൾക്ക് മാത്രമേ ലീഗലി അങ്ങനെ ഒരു അപ്രൂവലുള്ളൂ ഇന്നും 2026 നമ്മൾ സംസാരിക്കുമ്പോഴും. എങ്കിലും വെൽനസ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോൾ, ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 100-ൽ രാജ്യങ്ങളിൽ ഇന്ന് വെൽനസ് എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ അവരുടെ പാർട്ടായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് വെൽനസ്സിന് ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ അതിർത്തികൾ മാറി മാറി വരികയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ വെൽനസ്സിനുള്ളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ സിസ്റ്റംസിൽ വെൽനസ്സിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് വരുന്നത് യോഗയാണ്. യോഗ 2015 മുതൽ നമ്മൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ലോകം മുഴുവൻ ആചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഘോഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സ്റ്റഡികൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 200, അതായത് 197 രാജ്യങ്ങളിൽ ഒഫീഷ്യലി ഇൻ്റർനാഷണൽ യോഗ ഡേ ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് 2025 കണക്ക്. ഏതാണ്ട് 30 മില്യൺ, അതായത് 3 കോടി ആളുകൾ ഒഫീഷ്യലി ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ ഭാഗമായിട്ടുണ്ട് 2025 എന്നുള്ളതാണ് കണക്ക്. അതുകൊണ്ട് ഇന്ത്യൻ സിസ്റ്റവും പ്രത്യേകിച്ച് വെൽനസ് സിസ്റ്റവും ഓരോ ദിവസം കഴിയുന്തോറും അതിർത്തികൾ മാറി വരികയാണ്, അല്ലെങ്കിൽ അതിർത്തികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ പോസ്റ്റ് കോവിഡിൽ രോഗങ്ങൾക്കപ്പുറത്ത് ആരോഗ്യത്തെപ്പറ്റി ചർച്ച ചെയ്യണം എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന, രോഗങ്ങൾക്കപ്പുറത്ത് ആരോഗ്യത്തിന് വേണ്ടി ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്തു തുടങ്ങണം എന്ന് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് 2026. അതുകൊണ്ട് വെൽനസ് മേഖലയിൽ ഓരോ നിമിഷവും അതിർത്തികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ AI സബ്മിറ്റ് പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പോലെയുള്ള സംവിധാനങ്ങളുള്ളപ്പോൾ തീർച്ചയായിട്ടും വെൽനസ്സിന് അതിർത്തികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് 2026 വരെയുള്ള നമ്മുടെ അനുഭവം. അതിർത്തികൾ മറികടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ആളുകളെല്ലാം ബിസിനസ്സിന് വേണ്ടിയിട്ട് വാസ്കോഡ ഗാമ മുതൽ കൊളംബസും ബാക്കിയുള്ള ആളുകളും വന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയും ഹിച്ച് ഹൈക്കിംഗ് നൊമാഡും ഒക്കെ എത്തി നിൽക്കുന്ന പുതിയ ജനറേഷൻ്റെ ഗ്ലോബ് ട്രോട്ടേഴ്സ് അടക്കം അവരെല്ലാം അതിർത്തികൾ ക്രോസ് ചെയ്യുന്നത് സത്യത്തിൽ ഈ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ അത് ശരിക്ക് അവസരങ്ങളെ തേടിയാണോ അതോ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണോ? ഇപ്പോൾ മുൻകാലത്ത് ചിലപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഷെങ്കൻ കൺട്രീസും സ്കാൻഡിനേവിയൻ കൺട്രീസൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി അത് ലാറ്റിൻ അമേരിക്കയിലേക്കും ബാക്കിയുള്ള അടുത്തേക്കും പോകുന്നത് സത്യത്തിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി തേടിയിട്ടാണോ അതോ ഈ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിൻ്റെ മേഖല തേടിയിട്ടാണോ? മുന്നത്തെ പാനൽ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു അബൌട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞത്. സോ ഡെഫിനറ്റ്ലി ഐ ആം എൻ പ്രൊഡക്റ്റ് ഓഫ് എൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ കമ്പനിയിലുള്ള ആൾക്കാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. ബട്ട് വി ഡിഡ് ലാക്ക് സർട്ടൻ തിങ്സ്. ആ സമയത്ത് 20 വർഷം മുമ്പുള്ള സമയത്തിൽ വി ഡിഡ് ഹാവ് ടൈം ടു എക്സ്പ്ലോർ. സമയമുണ്ടായിരുന്നു, സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാമായിരുന്നു. ഇപ്പോൾ സിനാരിയോസ് മാറിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഫാസ്റ്റ് വേൾഡ്. ആ ഫാസ്റ്റ് വേൾഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് വേണം, കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പോൾ ആ ഡിസ്കഷനിൽ പറഞ്ഞ കാര്യമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു കൺസേൺ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലും. അത് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ NEP പ്രകാരം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ചേഞ്ചസ് വരുന്നത്. ഞാൻ റീസെൻ്റ്ലി ഒരു പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചപ്പോൾ CBSEയിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. സ്കിൽസ്, പേഴ്സണൽ സ്കിൽസ്, അഡീഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട്. 2040 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ അത് പൂർത്തീകരിക്കുമെന്ന് പറയുന്നുണ്ട്. വി ആർ സിറ്റിംഗ് ഇൻ 2026. ഇതെന്നോട് പറഞ്ഞത് കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പോൾ 15 വർഷം പിടിക്കും നമ്മളിതിൽ എത്തിപ്പെടാൻ. സോ ഇവിടെ ഡെഫിനറ്റ്ലി ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓപ്പർച്യൂണിറ്റീസ്. അവിടെ
നമുക്ക് അവിടെ എഡ്യൂക്കേഷൻ പോയി വി ഗോ അബ്രോഡ് സീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, സീക്കിംഗ് സ്കിൽസ്, അല്ലെങ്കിൽ എക്സ്പോഷർ സീക്ക് ചെയ്യുന്നതാണ്. ആൻഡ് വി റെക്കമെൻഡ് ഈ സ്റ്റുഡൻസ് നാട്ടിലോട്ട് തിരിച്ചു വരണം, അവർ നാട്ടിലെ ഡെവലപ്മെൻറ്റ് വേണ്ടി പറയണം. നേരത്തെ രാവിലത്തെ സെഷനിൽ MLA പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ IT പാർക്സ് തുടങ്ങണം, അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ്സ് ഇവിടെ കൊണ്ടുവരണം, ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് പറയുന്ന പോലെ. സോ ഐ വുഡ് സേ ഒരു 5 വർഷം മുമ്പ് വരെ ഓപ്പർച്യൂണിറ്റീസ് തേടി പോയിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പോൾ ബിസിനസ്സിന് ബൗണ്ടറീസ് ഇല്ലാത്തതുപോലെ തന്നെ സ്റ്റുഡൻസിന് ദേ ക്യാൻ ഗോ അബ്രോഡ്, ഹാവ് സർട്ടൺ സെറ്റ് ഓഫ് സ്കിൽസ്, ദേ ക്യാൻ കം ബാക്ക് ആൻഡ് പ്രൊവൈഡ് ടു ദ ഹോം കൺട്രി, അല്ലെങ്കിൽ ഹോം ലാൻഡിലോട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു ബിസിനസ്സിന് ഇപ്പോൾ ബൗണ്ടറീസ് ഇല്ല. ഇപ്പോൾ കൊമേഴ്സ് റീസെൻ്റ്ലി മുന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്, യു സ്റ്റേ ഇൻ പെരിന്തൽമണ്ണയിൽ നിന്ന് വർക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്ക് അറിയുന്നൊരു ബിസിനസ് ഉണ്ട്, ആ ഒരു പെരിന്തൽമണ്ണയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു കൊമേഴ്സ് ബിസിനസ്സാണ്. അവരെ സെയിൽ ഫോക്കസ് ചെയ്ത് കേരളത്തിലായിരുന്നു, ബട്ട് അവരെ 35% ഓഫ് ദ സെയിൽ ഇപ്പോൾ നടക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണെന്ന് പറഞ്ഞു. സോ ദർ ഇസ് നോ ബൗണ്ടറീസ്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ, ഓപ്പർച്യൂണിറ്റി തേടിയാണെങ്കിൽ പോലും ടു എൻ എക്സ്റ്റെൻറ്റ് സെറ്റ് ഓഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും, എക്സ്പോഷർ ക്രിയേറ്റ് ചെയ്യാനും, വർക്ക് കൾച്ചർ പഠിക്കാനും, കൾച്ചറൽ എക്സ്പോഷറിനും വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി പീപ്പിൾ ആർ ഹിറ്റിംഗ് ദർ. പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഹൗ ക്യാൻ ഐ മാച്ച് മൈ കൾച്ചർ അല്ലെങ്കിൽ മൈ സെറ്റ് ഓഫ് സ്കിൽസ് ഓവർ ദെയർ. അത് എൻ്റെത് അവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ സെറ്റ് ഓഫ് സ്കിൽസ് അത് യൂസ് ചെയ്യാൻ പറ്റുമോ, അവിടുന്ന് എനിക്ക് എന്ത് കിട്ടും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആർ വി റെലവൻറ്റ് ടു ദാറ്റ് കൺട്രി, അല്ലെങ്കിൽ ആർ വി റെലവൻറ്റ് ടു ദാറ്റ് സൊസൈറ്റി എന്നുള്ളത്. നമ്മൾ പെരിന്തൽമണ്ണയിൽ വിൽക്കുന്ന സാധനം ചിലപ്പോൾ മഞ്ചേരിയിൽ വിളിക്കാൻ പറ്റണം എന്നില്ല. അതുപോലെ വി ഹാവ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ച്. സോ ഡെഫിനറ്റ്ലി ഐ വുഡ് സേ സെറ്റ് ഓഫ് സ്കിൽസ് നോക്കുന്നുണ്ടെങ്കിലും അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ആർ സ്റ്റിൽ ദെയർ. ബട്ട് അഗെയിൻ ഐ ആം ആൻ അഡ്വക്കേറ്റ് ടു ഇംപ്രൂവ് സെറ്റ് ഓഫ് സ്കിൽസ് ഫ്രം അബ്രോഡ് ആൻഡ് കം ബാക്ക് എന്ന രീതിയിലാണ് പറയുന്നത്. ഡോക്ടർ, അതിർത്തികൾക്ക് അപ്പുറമുള്ള വെൽനെസ്സിൻ്റെ അവസരങ്ങൾ എന്താണ്? അതിർത്തിക്ക് അപ്പുറമുള്ള വെൽനസിൻ്റെ അവസരങ്ങൾ എന്താ പറയുക, ഒരു സാഗരം പോലെയാണ് എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ രാജ്യങ്ങളിൽ ഈ പറഞ്ഞ ഈ പ്രിവെൻഷന് അല്ലെങ്കിൽ ലോഞ്ചിവിറ്റി, അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ അവരുടെ ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഓരോ രാജ്യങ്ങൾ വെൽനസ്സിൽ ഫോക്കസ് ചെയ്ത് കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2015 ഈ പറഞ്ഞ വെൽനസ് സെൻറ്റേഴ്സ് ഒഫീഷ്യലി ഏതാണ്ട് 43 രാജ്യങ്ങളിൽ മാത്രമാണ് നമുക്ക് സെൻറ്റേഴ്സ് നടത്താൻ പറ്റിയിരുന്നത്. അവിടുന്ന് 2026 വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം രാജ്യങ്ങളിൽ വെൽനസ് സെൻറ്റേഴ്സ് ഗവൺമെൻറ് ഒഫീഷ്യലി അപ്രൂവ് ചെയ്യുന്നു. GCC കൺട്രീസിൽ ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വെൽനസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് പറയുമ്പോൾ ഓരോ നിമിഷവും വെൽനസ്സിൻ്റെ സാധ്യതകൾ അതിർത്തികൾക്കപ്പുറത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. 2, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഈ സ്ഥാപനങ്ങളുടെ ആവശ്യമില്ല, നമുക്ക് ഒരു സെൻറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓൺലൈൻ എന്നുള്ള വലിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾക്ക് ഒരു പക്ഷേ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് ചിന്തിക്കുന്ന പല ജീവിതശൈലി രോഗങ്ങളും പല ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസും ഓൺലൈനിൽ കൂടി മാത്രം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ ഇപ്പോൾ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്ക് വെൽനസ് എന്നുള്ളത് സാധ്യമാണ്. ഇന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും അവർക്ക് ഓൺലൈനിൽ കൂടി നമുക്ക് വെൽനസ് ട്രീറ്റ്മെൻറ്റ്സ്, അവരുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻസ്, അവരുടെ ജീവിതശൈലി മാറ്റിക്കൊണ്ട് നമ്മളുടെ കൂടെയുള്ള ആളുകളിൽ ഏതാണ്ട് 70% ആളുകൾ അഭിമുഖീകരിക്കുന്ന, അവരുടെ ജീവിതം ഏറ്റവും വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ കറക്റ്റ് ചെയ്യാൻ ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പറ്റുന്നത് കൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലായിടത്തും ഇന്ന് വെൽനസ് എന്നുള്ളത് എന്താ പറയുക, റീച്ചബിൾ ആണ്. അല്ലെങ്കിൽ അവർക്കെല്ലാം നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഈ സുഖചികിത്സ അല്ലെങ്കിൽ വെൽനസ് സാധ്യമായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി കേരളത്തിന് അറിയാലോ, നമുക്ക് ഒത്തിരി വലിയ ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ട് ഇവിടെ. നല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പുതിയ സമൂഹം ഉയർന്നു വരുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ. അവരോടൊക്കെ സാധാരണ ചോദിക്കുന്ന നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവും, 10th കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 12th കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം 12th കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പറയുന്ന മറുപടി ഉണ്ട്, 12th കഴിഞ്ഞിട്ട് എന്തെന്ന് ചോദിക്കരുത്, ഏത് കൺട്രിന്ന് ചോദിക്കണം. ഈ കൾച്ചർ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ?
ഒരു 10 years 5 years ബാക്ക് യെസ്, ഇതിപ്പോഴും ഉണ്ട്. ഏത് കൺട്രി ചോദിക്കുന്ന രീതികളുണ്ട്. എപ്പോഴും ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആൾക്കാർ പറയും ഓക്കെ വിദേശത്ത് പോയി പഠിക്കുന്നതിൽ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയും. ഞാൻ പറയും അത് എല്ലാവരെയും കപ്പ് ഓഫ് ടീ അല്ല, എല്ലാവരും പോകാൻ പറ്റുന്നവരുമില്ല. കണക്ക് പ്രകാരം ലാസ്റ്റ് ഇയർ 2025 ഇയറിൽ ഓൾമോസ്റ്റ് 13 to 15 lakh സ്റ്റുഡൻസ് ആണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഇറ്റ്സ് എ വെരി ഫ്യൂ പെർസെൻറ്റേജ്. ബിക്കോസ് നമ്മളെ കൺട്രിയിൽ യങ്സ്റ്റേഴ്സിൻ്റെ പെർസെൻറ്റേജ് 55% ആണ് വിത്ത് ഏജ് ബിറ്റ്വീൻ 18 to 35 എന്ന് പറയുന്നത്. സോ ഇത് ഒരു കൺട്രി ചൂസ് ചെയ്യുന്നതിനും പകരം എനിക്ക് ആവശ്യമാണോ, എനിക്ക് അനിവാര്യമാണോ ഒരു ഹയർ എഡ്യൂക്കേഷൻ അബ്രോഡ് എന്നുള്ളതും, അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ, അതെനിക്ക് വേണ്ടതാണോ, ഷുഡ് ഐ നീഡ് ഇറ്റ്, ഡു ഐ നീഡ് ഇറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഓരോ വ്യക്തിക്കനുസരിച്ച് കൺട്രീസിൽ ചേഞ്ചസ് ഉണ്ട്. ഓരോ വ്യക്തിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൺട്രീസിന് ചേഞ്ചസ് ഉണ്ട്. ഓരോ ഇൻഡസ്ട്രി ചോയ്സ് ഓഫ് ഇൻഡസ്ട്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചേഞ്ചസ് ഓഫ് കോഴ്സസ്, പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ മൾട്ടിവേഴ്സ് ഓഫ് കോഴ്സസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇൻ്റർ കൾച്ചറൽ കോഴ്സസ്, അതായത് ടെക്നോളജിയും ബിസിനസ്സും സയൻസും എല്ലാം മിക്സ് ചെയ്ത ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. റീസെൻ്റ്ലി ഐ കെയിം അപ്പ് വിത്ത് എ കോഴ്സ് ഇൻഫോർമാറ്റിക് അഗ്രി ബിസിനസ് എന്നൊരു കോഴ്സ്. അഗ്രികൾച്ചർ കഴിഞ്ഞവർക്കാണ് ഈ കോഴ്സ് ചെയ്യേണ്ടത്. AI-ൻ്റെ യൂസേജാണ്, പക്ഷേ കോഡിങ് അറിഞ്ഞിരിക്കണം. സോ വളരെ നീഷ് കോഴ്സാണ്, വളരെ വിയേർഡാണ് ആ ചോയ്സും ആ ചോദ്യവും അങ്ങനെയാണ്. അപ്പോൾ അഗ്രികൾച്ചർ കഴിഞ്ഞ ഒരാൾക്ക് കോഡിങ് അറിയില്ല, കോഡിങ് അറിഞ്ഞാലേ ഈ കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ ഉള്ളൂ അവർക്ക് അതിൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമൽ കോഴ്സസ് കമ്പ്യൂട്ടർ സയൻസും മാനേജ്മെൻറ്റും കോഴ്സസെന്നൊക്കെ വിട്ടിട്ട് വളരെ നീഷ് പ്രോഗ്രാംസും ഇൻ്റർ ഡിസിപ്ലിനറി പ്രോഗ്രാംസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മളെപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറ്, ഡോണ്ട് ചൂസ് എ കൺട്രി, ചൂസ് എ കരിയർ. അതിലോട്ട് എത്തിപ്പെടാൻ എന്താണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നോക്കുന്നതാണ് ബെറ്റർ എന്ന് നമ്മൾ പറയും. സോ അവിടെ ഏത് കൺട്രി എന്ന് ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഏതാണ് ബെസ്റ്റ് കൺട്രി. ഇപ്പോൾ മിസ്റ്റർ ഗിരീഷ് ചോദിച്ച പോലെ തന്നെ ഏതാണ് ബെസ്റ്റ് കൺട്രി എന്ന് പറയും. ഞാൻ ഒരു വളരെ വിഷമമുള്ള ഘട്ടത്തിലൂടെ പോവുക. കാരണം എനിക്ക് പറയാൻ പറ്റില്ല വിച്ച് ഈസ് ദ ബെസ്റ്റ് കൺട്രി ഫോർ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ എന്നുള്ള. അപ്പോൾ ചോയ്സ് ഓഫ് കൺട്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് ചോയ്സ് ഓഫ് കോഴ്സ് ആൻഡ് ദ ഔട്ട്കം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വിദേശത്ത് പോയിട്ട് ചെയ്യുന്ന കോഴ്സ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ് എങ്കിൽ, ഇവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കൂൾസുകളുണ്ട്, ഫിനിഷിംഗ് സ്കൂൾസുകളുണ്ട്, അതിവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റീതിങ്ക് ചെയ്യേണ്ട കാര്യമാണ് പോണോ വേണ്ടയോ എന്നുള്ളത്. സോ ഐ വുഡ് റീഫ്രേസ് ദ ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്യണമെന്നാണ്. ഗിരീഷ് ചോദിച്ചത് കറക്റ്റാണ്, അത് തന്നെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അവരുടെ തോട്ട് പ്രോസസ്സിൽ മാറ്റം വരുത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഐ വുഡ് സേ ദാറ്റ്. ഡോക്ടർ, നമ്മുടെ ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായിട്ടുള്ള ആയുർവേദവും യോഗയെ കടലിൽ കടന്ന് പുറത്തുള്ള ആളുകൾ അത് വല്ലാതെ അഡാപ്റ്റ് ചെയ്യുന്നു, അത് ജീവിത രീതിയായി മാറ്റുന്നു. കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിനെന്ത് സംഭവിക്കുന്നു? വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഈ ബിസിനസ് ബിയോണ്ട് ബോർഡേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുകൊണ്ട് ഈ ബിസിനസ് എന്താണ് നമ്മളുടെ ബോർഡറിനുള്ളിൽ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിരാശയില്ല. കേരളത്തിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ മുമ്പോട്ടാണ് എന്നുള്ളതാണ്. നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് 10ഓളം സെൻറ്റേഴ്സ് കേരളത്തിലുണ്ട്. കേരളത്തിൽ 10ഓളം സെൻറ്റേഴ്സിൽ എൻ്റെ 5 സെൻറ്ററിലും ഇപ്പോൾ ടോട്ടൽ നമ്മളുടെ ഒരു പേഷ്യൻസിൻ്റെ എണ്ണം നോക്കിയാൽ വി ഹാവ് മെജോറിറ്റി പേഷ്യൻസ് ഫ്രം കേരള എന്നുള്ളത് മാത്രമല്ല, ആളുകൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഇപ്പോൾ അതിന് 2 സൈഡും ഉണ്ട്. ഇപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയും നാച്ചുറോപ്പതി, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, യുനാനി, ഇതൊക്കെയാണ് മെഡിക്കൽ കോഴ്സുകൾ. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്ന മെഡിക്കൽ കോഴ്സ് ഗൂഗിളോപ്പതി ആണ്. കാരണം ഗൂഗിളോപ്പതി ഡോക്ടേഴ്സാണ് പേഷ്യൻസായിട്ട് വന്നിരുന്ന് നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആളുകൾ ഈ ഓൺലൈൻ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെയുള്ള അവയർനെസ്സുകൾ ഗെയിൻ ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആളുകൾ കൂടുതൽ ഈ പറഞ്ഞ പ്രിവെൻഷനിലേക്കും അവരുടെ ജീവിതശൈലി കറക്ഷനിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ കേരളം വളരെ പോസിറ്റീവായിട്ടാണ് കേരളം മാറുന്നത്. ഒരുപക്ഷെ ചില ഫോറിൻ രാജ്യങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ, ചില ഫോറിനേഴ്സ് ഇതിനെ റെസ്പെക്റ്റ്ഫുള്ളി കാണുന്നത് പോലെ ഇന്നും കേരളം ഇതിനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചില സമയങ്ങളിൽ സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മളും കടന്നു പോകാറുണ്ട്. പക്ഷേ എങ്കിലും കാലം മുമ്പോട്ട് പോകുമ്പോൾ ലോകം ആയുർവേദത്തെയും നാച്ചുറോപ്പതിയും യോഗയും അംഗീകരിക്കുന്നത് പോലെ തന്നെ കേരളവും മാറുന്നുണ്ട്. കുറച്ചുകൂടി വേഗത്തിൽ കേരളം മാറിയാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഈ മാറ്റത്തിലും ഞാൻ സംതൃപ്തനാണ്, ഹാപ്പിയാണ്. പക്ഷെ കുറച്ചുകൂടി വേഗത്തിൽ കേരളം മാറണമെന്നൊരാഗ്രഹവും ഉള്ളിലുണ്ട്. നമുക്ക് സമയം കഴിഞ്ഞെന്നാണ് അറിയിച്ചത്. നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് അവരെ വീട്ടിൽ പോകണം. മാത്രമല്ല ഈ പ്രോഗ്രാം സമയത്തിനുള്ളിൽ തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് താങ്ക്സ് ഫോർ ജോയിനിങ് ദിസ് ഈവനിങ് മിസ്റ്റർ ഡോക്ടർ അഭിജിത്ത് ആൻഡ് ഷമീർ. നമുക്ക് വേറെ സന്ദർഭത്തിൽ വളരെ വിശദമായിട്ട് സംസാരിക്കാം. ഒരുപാട് ആളുകൾ ചോദിക്കാനുണ്ട്. ഇവരുടെ പേഴ്സണൽ നമ്പേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെടുത്ത് നിങ്ങളുടെ സംശയങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർക്കാവുന്നതാണ്. സ്വകാര്യമായിട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ അവരോട് നേരിട്ട് തന്നെ ചോദിക്കാവുന്നതുമാണ്. എനിവേ, താങ്ക്സ് ഫോർ ദ വണ്ടർഫുൾ ഈവനിങ്. താങ്ക്സ് ഫോർ മേക്കിംഗ് ദിസ് വാട്ട് ഈസ് ഇറ്റ് ടുഡേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു. Thank you so much, Thank sir. you, thank you. Thank you, everybody. Ladies and gentlemen, let me welcome Dr. Abdullah Khalil, sir, to the stage to hand over a very humble token of appreciation to all the speakers here. Dr. Abdullയെ ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓക്കെ, ഡോക്ടർ അബ്ദുള്ള അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. സോ ഐ വുഡ് ലവ് ടു വെൽക്കം മിസ്റ്റർ നദീം സഫ്രാൻ സർ ടു പ്ലീസ് ഡെലിവർ ദിസ് ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ടു ഓൾ ദ സ്പീക്കേഴ്സ് ഹിയർ. ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നതിൽ ആദ്യം എനിക്ക് വിളിക്കാൻ തോന്നിയത് നമ്മുടെ ചീഫ് പറഞ്ഞത് അദ്ദേഹത്തെയാണ്. അപ്പോൾ നദീം സാറിനെ പ്ലീസ്, നമുക്ക് വി ഹാവ് അവർ മോഡറേറ്റർ, ലെറ്റ്സ് ഹാൻഡ് ഓവർ ദിസ് a very small gift from our side from Scale Up Conclave 2026. And also Dr. Abdullah sir ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ചേർന്ന് നമുക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാം. രണ്ടുപേരും ചേർന്ന് we'll do this. Wow, what a moment. So ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും നന്നായിട്ടൊന്ന് കൈയടിക്കാൻ. സോ വെരി ഹംബിൾ റിക്വസ്റ്റ് ടു എവരിബഡി. സോ വി ഹാവ് അവർ സ്പോൺസേഴ്സ് മുളകുപെട്ടി, ഫുൾവ ആൻഡ് കാപ്പോ. നമുക്ക് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ്, സ്നാക്സ് ആയിക്കോട്ടെ, എനിത്തിങ് വി ക്യാൻ വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന 3 ബ്രാൻഡ്സ് ആണത്. ദ ബ്രാൻഡ്സ് വിച്ച് നീഡ് നോ ഇൻട്രൊഡക്ഷൻ. സോ വി ഹാവ് അവർ സ്പീക്കർ മിസ്റ്റർ ഷമീർ. Mr. Shamir Muthedata, Director of EdRoots International, extending our love to this wonderful speaker. Thank you so much for your time and effort. So let me welcome once again Dr. Abhijit Karma, founder and CEO of Atma Wellness Private Limited, to receive this small humble appreciation. Thank you so much, sir. Once again we have our food, our snacks partner, Mulagapeti, Fulva and Kapho.